വാൾട്ട് ഡിസ്നിപ്പിന്റെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയ കാർസ് ഓൺ ദ റോഡ് എന്ന മൂവിയുടെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിന്റെ ഒന്നാം ഭാഗം എന്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാനായി താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇപ്പോൾ നമ്മുടെ ബെക്ക്യൂനും മാറ്ററും അവരുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മാറ്റർ ആകാശത്തേക്ക് നോക്കുകയും ഇന്ന് നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് മെക്ക്യൂനോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ മെക്ക്യൂൻ ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടിട്ട് ഒരു മഴയും വെയിലെന്ന് പറയുന്നു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ആയപ്പോൾ നല്ല മഴ പെയ്തു തുടങ്ങി. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഹോട്ടൽ കാണുകയും മെക്ക്യൂൻ ഇന്ന് രാത്രി അവിടെ തങ്ങാമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഈ മൂവിയുടെ രണ്ടാം സീരീസ് തുടങ്ങുകയാണ്. അതിനുശേഷം അവർ ആ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ആ ഹോട്ടലിന്റെ അടുത്തെത്തിയപ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ ഹോട്ടലിന്റെ ഓണർ. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ മെക്ക്യൂനും മാറ്ററും ആ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഹോട്ടലിന്റെ ഉള്ളിൽ കാണുന്ന സാധനങ്ങളൊക്കെ കണ്ട് മാറ്റർ പേടിക്കുകയാണ്. അങ്ങനെ അവർ അവിടെ റൂം എടുക്കുകയും ഇന്ന് രാത്രി കിടക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് മെക്ക്യൂൻ പറയുകയും ചെയ്യുന്നു. അവർ അന്ന് രാത്രി കിടക്കാൻ പോവുകയും മാറ്റർ അപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അർദ്ധരാത്രി ആയപ്പോൾ മാറ്റർ നല്ല ഉറക്കത്തിലായി. പക്ഷെ ഇപ്പോൾ അവിടെയും ഇവിടെയും കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ കേട്ട് മെക്ക്യൂൻ ആണ് പേടിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ പെട്ടെന്ന് അവൻ എന്തോ ശബ്ദം കേട്ട് പേടിക്കുകയും മാറ്ററിനെ വിളിക്കുകയും ചെയ്യുന്നു. പക്ഷെ മാറ്റർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. പെട്ടെന്ന് മെക്ക്യൂനെ പുറത്തു നിന്ന് തന്നെ ആരോ വിളിക്കുന്നതായി തോന്നി. അപ്പോൾ അതാരാണെന്ന് നോക്കാനായി മെക്ക്യൂൻ പുറത്തിറങ്ങി. അവനങ്ങനെ റിസപ്ഷനിലൊക്കെ പോയി നോക്കുന്നുണ്ടെങ്കിലും അവിടെയെങ്ങും ആരുമില്ല. പെട്ടെന്ന് പിന്നെയും അവനെ ആരോ വിളിക്കുന്നതായി അവന് തോന്നി. അപ്പോൾ അവിടെ മതിലിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ട് അവൻ പേടിച്ചുപോയി. അങ്ങനെ അവൻ മുഴുവൻ ധൈര്യവും സംഭരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ ഫോട്ടോകളിലുള്ള ആത്മാക്കൾ അവന്റെ പുറകെ പോകാൻ തുടങ്ങി. അതുവഴി പോകുന്നതിനിടയിൽ എന്തോ പന്തികേട് തോന്നിയ മെക്ക്യൂൻ തിരിഞ്ഞു നോക്കുകയാണ്. പക്ഷെ അവൻ അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഡോറ് കാണുകയും പെട്ടെന്ന് അവന് എതിർവശത്ത് നിന്ന് ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. അവൻ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് പോയി നോക്കിയപ്പോൾ 2 പെൺകുട്ടികൾ വായുവിൽ നിൽക്കുന്നതായി കാണുന്നു. പെട്ടെന്ന് അവർക്ക് അസാധാരണമായി എന്തൊക്കെയോ സംഭവിക്കുകയും ചെയ്യുന്നു. ആ പെൺകുട്ടികളുടെ രൂപമാറ്റം കണ്ടുപോയ മെക്ക്യൂൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. അങ്ങനെ അവൻ എങ്ങനെയോ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. അങ്ങനെ അതുവഴി പോകുമ്പോഴെല്ലാം അവന് പല ഹാലുസിനേഷനുകളും സംഭവിക്കുന്നു. പെട്ടെന്ന് അവന് ലിഫ്റ്റ് കാണുകയും താഴത്തേക്ക് പോകാനുള്ള ബട്ടൺ നക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ആ ലിഫ്റ്റിലൂടെ ഒരു പച്ച കളർ വെള്ളം വരാൻ തുടങ്ങി. ഇത് കണ്ട മെക്ക്യൂൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഓടുന്നു. മെക്ക്യൂൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഒരു റൂമിൽ നിന്ന് DJ പാർട്ടി നടക്കുന്നത് പോലെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ അവൻ ഡോറ് തുറന്നു നോക്കുകയും കുറെ ആത്മാക്കളെ കാണുകയും ചെയ്യുന്നു. പെട്ടെന്ന് അതിലൊരു ആത്മാവ് വന്നുകൊണ്ട് മെക്ക്യൂനെ പിടിച്ച് പാട്ടൊക്കെ ഓണാക്കി ഡാൻസ് കളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പെട്ടെന്ന് അവന് പിന്നിൽ നിന്ന് എന്തോ കേൾക്കുകയും അവിടേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട മെക്ക്യൂൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായി കഷ്ടിച്ച് ശ്രമിക്കുകയാണ്. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നതിനിടയിൽ പിന്നിലുള്ള ആത്മാവ് അവന്റെ അടിയിലുള്ള കാർപ്പറ്റൊക്കെ വലിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ ആ ആത്മാവ് മെക്ക്യൂനെ പിടിക്കാനായി മെക്ക്യൂന്റെ തൊട്ടടുത്തെത്തുകയും ചെയ്യുന്നു. ഇതിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മെക്ക്യൂന് പല ഹാലുസിനേഷനുകളും സംഭവിക്കുന്നു. പെട്ടെന്ന് അവൻ അവന്റെ റൂമിലേക്ക് തിരിച്ചെത്തുകയും കിടക്കാനായി പോകുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ ഉറങ്ങാനായി പോയതും പെട്ടെന്ന് മാറ്ററിന്റെ അടുത്തുള്ള ക്ലോക്കിൽ അലാറം അടിക്കുകയും ചെയ്യുന്നു. ഈ ശബ്ദം കേട്ട് മാറ്ററും മെക്ക്യൂനും എഴുന്നേൽക്കുകയാണ്. ഇവിടെ കിടക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. ഇനി ഇതുവഴി വരുമ്പോഴെല്ലാം നമുക്ക് ഇവിടെ വിശ്രമിക്കാം എന്ന് മാറ്റർ പറയുന്നു. ഇത് കേട്ട മെക്ക്യൂൻ അങ്ങനെയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് വന്നാൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് പുറത്തിറങ്ങുകയും അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നവർ ഇവരെപ്പോഴും നമ്മളറിയാതെ നമ്മുടെ റൂമുകളിൽ കയറിയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള ഫോട്ടോയിൽ ആത്മാവ് ചിരിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇതിന്റെ രണ്ടാം സീരീസ് അവസാനിക്കുകയാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.